ദൈവത്തിന് മഹത്വം. പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് ലേഖനത്തിലൂടെ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എന്നാൽ ഇപ്പോൾ വിചാരപ്പെടുക എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. ഇവിടെ പൗലോസ് മനുഷ്യൻ വിചാരപ്പെടുന്ന പ്രശ്നങ്ങൾ ലഘൂകരിച്ചതല്ല, മറിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലിയതായിരുന്നാലും നമ്മുടെ ദൈവം അതിനും വലിയവനാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. വിചാരപ്പെടുക എന്നതിനുള്ള പൗലോസിന്റെ മറുമരുന്ന് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും അപേക്ഷകളായി പരിണമിച്ച് ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി നിറഞ്ഞ സ്തോത്രം കരയറ്റി വേണം പ്രാർത്ഥിക്കുവാൻ. ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവെങ്കിൽ കാക്കുമെന്ന വാഗ്ദത്തം ലഭിക്കുമെന്നും പൗലോസ് പറഞ്ഞു നിർത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ ഓർത്തും ഇപ്പോഴത്തെ ജീവിതാവസ്ഥകളെ നോക്കിയും വരുവാനുള്ള ഭാവിയെക്കുറിച്ച് വ്യാകുലപ്പെട്ടും നാം തളർന്നിരിക്കുകയാണോ? വിചാരങ്ങളുടെ ഈ വേലിയേറ്റങ്ങൾ കാരണം നമ്മുടെ ഹൃദയം തകർന്ന് ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുകയാണോ? ഒരു നിമിഷം നമ്മുടെ പ്രശ്നങ്ങളുമായി കരുണാസമ്പന്നനായ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥനയോടെ അപേക്ഷിക്കാം. പ്രാർത്ഥന അവസാനിക്കുമ്പോൾ തന്നെ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവസമാധാനം നമ്മുടെ ഉള്ളിൽ നിറയും. ദൈനംദിന ജീവിതത്തിൽ സമാധാനത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. മാത്രമല്ല, നാം പ്രാർത്ഥനയിലൂടെ ആവശ്യപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരം ദൈവത്തിന്റെ സമയമാകുമ്പോൾ നമ്മിൽ നിറവേറപ്പെടുകയും ചെയ്യും. ആമേൻ.